ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ഓൺ ടീച്ചർ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് മാനവികത എന്ന ചാപ്റ്ററിലെ നവോത്ഥാന കാലത്തെ ചിത്രകലയെക്കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഇനി ബാക്കിയുള്ള പോർഷനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ശില്പകല. നവോത്ഥാന ചിത്രകലയുടെയും ശില്പകലയുടെയും പൊതു സവിശേഷതകൾ എന്തൊക്കെയാണ് എന്ന് ചോദിക്കുമ്പോൾ അതിൽ ഉൾച്ചേർത്ത് എഴുതേണ്ടതാണ് ശില്പകല എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. ചിത്രകല പോലെ ശ്രദ്ധേയമായ മറ്റൊരു രംഗം ശില്പകലയായിരുന്നു. ശില്പകല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സ്റ്റാച്യൂസ് ഉണ്ടാക്കുന്ന ഒരു കലേനെയാണ് ശില്പകല, ശില്പങ്ങൾ കൊത്തുന്ന രീതിയാണ് ശില്പകല എന്ന് പറയുന്നത്. നവോത്ഥാന കാലത്തെ ശ്രദ്ധേയരായ ശില്പികളിൽ ഒരാളായിരുന്നു ഡൊണാഡെല്ലോ. വളരെ ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ആണ്, നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം, ഡൊണാഡെല്ലോ. മധ്യകാല ഗോത്തിക് ശൈലിയിൽ നിന്നും ശില്പകലയെ മോചിപ്പിച്ച അദ്ദേഹം ശില്പങ്ങൾക്ക് കൂടുതൽ ഊർജവും വ്യക്തിത്വവും പകർന്നു. അപ്പോൾ നമുക്ക് തോന്നാം എന്താണ് ഗോത്തിക് ശൈലിന്ന്, അല്ലെ? പണ്ട് പള്ളികളും ബിൽഡിങ്സും പണിതിരുന്നത് ഗോത്തിക് ശൈലിയിലായിരുന്നു. അതായത് മധ്യകാലഘട്ടത്തിൽ വളരെ കൂർത്ത കമാനങ്ങളോട് കൂടിയിട്ടുള്ള ശില്പങ്ങളെയാണ്, കൂർത്ത കമാനങ്ങളോട് കൂടിയിട്ടുള്ള ബിൽഡിങ്സ് അല്ലെങ്കിൽ പള്ളികൾ എന്നിവ പണിതിരുന്ന രീതിയാണ് ഗോത്തിക് ശൈലി എന്ന് പറയുന്നത്. ഈ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കുറച്ച് താഴെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ചിത്രവും കൊടുത്തിട്ടുണ്ട്. അതുപോലെ പണ്ട് കുറച്ച് യൂണിവേഴ്സിറ്റീസും ഇതേ സ്റ്റൈലിൽ തന്നെ പണി കഴിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഗോത്തിക് ശൈലി പണ്ട് മധ്യകാലത്തുണ്ടായിരുന്ന ആ ശൈലിയിൽ നിന്ന് മോചിപ്പിച്ച് വേറൊരു ശൈലി കൊണ്ടുവന്ന വ്യക്തിയാണ് ആര്? ഡൊണാഡെല്ലോ എന്ന് പറയുന്ന വ്യക്തി. ഒരു കാലിൽ തൻ്റെ ശരീരഭാരം പൂർണ്ണമായും താങ്ങുന്ന ഒരു കൗമാരക്കാരനെ അദ്ദേഹം ദാവീദ് എന്ന വെങ്കല ശില്പത്തിലൂടെ അവതരിപ്പിച്ചു. അപ്പം അദ്ദേഹത്തിൻ്റെ ശില്പമായിരുന്നു, അദ്ദേഹം കൊത്തിയിട്ടുള്ള ശില്പമായിരുന്നു ദാവീദ് എന്ന് പറയുന്നത്. എങ്ങനെയുള്ളതാണ്? ഒരു കാലിൽ ശരീരഭാരം പൂർണ്ണമായും താങ്ങുന്ന ഒരു കൗമാരക്കാരനെയാണ് അദ്ദേഹം ആ വെങ്കല ശില്പത്തിലൂടെ അവതരിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഗത്താമലാത്ത എന്ന കുതിരപ്പുറത്തിരിക്കുന്ന യോദ്ധാവിൻ്റെ ശില്പം പ്രാചീന റോമിലെ കുതിരപ്പടയാളികളെ ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ്. അപ്പോൾ രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ ശില്പം കൊത്തിയ ശില്പമാണ് എന്ത്? ഗത്താമലത്ത എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതെന്തായിരുന്നു? കുതിരപ്പുറത്തിരിക്കുന്ന ഒരു യോദ്ധാവിനെ കാണിക്കുന്ന ശില്പമായിരുന്നു. ഓക്കെ, മതേതരനായ ഒരു വീരനെ അനശ്വരനാക്കുക എന്ന ദൗത്യമാണ് ഡൊണാഡെല്ലോ ഇതിൽ നിർവഹിച്ചിരിക്കുന്നത്. അതായത് മതേതരനായ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എല്ലാ മതത്തെയും തുല്യമായി കാണുന്ന ഒരു വീരനെയാണ് ഈ ഒരു ശില്പത്തിലൂടെ അദ്ദേഹം കാണിക്കുന്നത്. കുറച്ച് താഴെ ചിത്രം കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ശ്രദ്ധിക്കാം. ദെൻ അതിനുശേഷം പറയാം, മനുഷ്യരൂപത്തിൽ ദൈവത്തെ അവതരിപ്പിക്കുന്ന മൈക്കൽ ആഞ്ചലോയുടെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു മൈക്കൽ ആഞ്ചലോയുടെ ചിത്രങ്ങളെ കുറിച്ചിട്ട്. അപ്പോൾ മനുഷ്യരൂപത്തിൽ ദൈവത്തെ അവതരിപ്പിക്കുന്ന മൈക്കൽ ആഞ്ചലോയുടെ ശില്പങ്ങൾ പ്രാചീന ഗ്രീക്കോ റോമൻ ശൈലിയിൽ നിന്നും വഴിമാറി സഞ്ചരിച്ചു. ആ ഒരു പ്രാചീന സ്റ്റൈൽ മാറിയിട്ട് ഒരു പ്രത്യേക സ്റ്റൈലിലാണ് അദ്ദേഹം ശില്പങ്ങൾ കൊത്തിയിരുന്നത്. ക്രിസ്തുവിന്റെ ശരീരം മടിയിൽ കിടത്തിയിരിക്കുന്ന മേരിയെ ചിത്രീകരിക്കുന്ന ശില്പമായ പിയത്തയും, ആ മിഡിലിൽ കൊടുത്തിരിക്കുന്ന ചിത്രമാണ് പിയത്ത എന്ന് പറയുന്നത്. എങ്ങനെയുള്ളതാണ്? ക്രിസ്തുവിന്റെ ശരീരം മടിയിൽ കിടത്തിയിരിക്കുന്ന മേരിയെ ചിത്രീകരിക്കുന്ന ശില്പമായ പിയത്തയും വീരനായ ദാവീദിന്റെ ശില്പവും അദ്ദേഹത്തെ ഫേമസ് ആക്കി അല്ലെങ്കിൽ പ്രസിദ്ധനാക്കിയ, അനശ്വരനാക്കിയ രണ്ട് വർക്ക്സ് ആണ്, അദ്ദേഹത്തിന്റെ രണ്ട് വർക്ക്സ് ആണ്. അപ്പം അത്രയാണ് ശില്പകലയിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നവോത്ഥാന ചിത്രകലയുടെയും ശില്പകലയുടെയും പൊതു സവിശേഷതകൾ ചോദിച്ചാൽ എഴുതേണ്ട കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ പറഞ്ഞ ചിത്രകല കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്, അതും കൂടി എഴുതേണ്ടതാണ്. ഓക്കെ, then അടുത്തതാണ് വാസ്തുവിദ്യ. വാസ്തുവിദ്യയിൽ എന്താണ് പറയുന്നത്? എന്താണ് വാസ്തുവിദ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കിടെക്ചറാണ്. ശില്പകല എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കൾപ്ചർ, ആർട്ട് ഓഫ് സ്കൾപ്ചർ ആണ് ശില്പകല. വാസ്തുവിദ്യ എന്ന് പറഞ്ഞാൽ ആർക്കിടെക്ചർ ആണ് പറയുന്നത്. ഓക്കെ, ചിത്രകലയ്ക്കും ശില്പകലയ്ക്കും പുറമെ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മറ്റൊരു മേഖല വാസ്തുവിദ്യ രംഗമായിരുന്നു. ഫിലിപ്പോ ബ്രൂണലസ്കി വളരെ ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ആണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക, അദ്ദേഹത്തിൻ്റെ പേര് ഓർത്തു വെക്കുക. ഫിലിപ്പോ ബ്രൂണലസ്കി വാസ്തുവിദ്യാ രംഗത്ത് പുതിയ ശൈലിക്ക് തുടക്കം കുറിച്ചു. ആ ഒരു പണ്ടത്തെ ഗോത്തിക് ശൈലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൂർത്ത കമാനങ്ങളോട് കൂടിയ ആ ഒരു ശൈലിക്ക് വേറൊരു പുതിയ ശൈലിക്ക് തുടക്കം കുറിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ഫിലിപ്പോ ബ്രൂണലസ്കി എന്ന് പറയുന്ന വ്യക്തി. മധ്യകാലത്ത് നിലനിന്നിരുന്ന ഗോത്തിക് വാസ്തുവിദ്യാ ശൈലിയിൽ നിന്നും വ്യത്യസ്തമായി പ്രാചീന ഗ്രീക്കോ റോമൻ ശൈലിയുടെ സ്വാധീനം അദ്ദേഹം ഫ്ലോറൻസിൽ നിർമ്മിച്ച കത്തീഡ്രലിൽ കാണാം. അദ്ദേഹം കൊണ്ടുവന്ന ആ ഒരു പുതിയ ശൈലിയാണ് ഇവിടെ ഒരു പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്. ബ്രൂണലസ്കി രൂപകൽപ്പന ചെയ്ത താഴികക്കുടം എന്ന് പറഞ്ഞിട്ടൊരു പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഗോത്തിക് കൂർത്ത കമാനങ്ങൾക്ക് പകരം താഴികക്കുടത്തിന്റെ ഷേപ്പിലാണ് പിന്നീട് വന്ന പള്ളികളായാലും സഭകളായാലും ബിൽഡിങ്സ് ആയാലും പണിതിരുന്നത്. അപ്പോൾ അതിന് തുടക്കം കുറിച്ച വ്യക്തിയായിരുന്നു ആരെന്ന് പറയുന്നത്? ഫിലിപ്പോ ബ്രൂണലസ്കി എന്ന് പറയുന്ന വ്യക്തി. ഓക്കെ, ദെൻ ഗോത്തിക് ശൈലിയിലെ ഉയർന്ന ഗോപുരങ്ങൾക്ക് പകരം താഴികക്കുടങ്ങളായിരുന്നു ഇവയ്ക്കുണ്ടായിരുന്നത്. മൈക്കൽ ആഞ്ചലോ, ബ്രമാന്തെ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ റോമിൽ പണി കഴിപ്പിച്ച സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഈ
ശൈലി കൂടുതൽ പ്രകടമാണ്. അപ്പോൾ ഈ ഒരു ശൈലിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള മാതൃകകൾ അല്ലെങ്കിൽ ബിൽഡിങ്സ് നമുക്ക് എവിടെ കാണാൻ, സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ കാണാനായിട്ട് സാധിക്കുന്നതാണ് പറയുന്നത്. ഓക്കെ, അതിന്റെ പിക്ചേഴ്സ് അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നവോത്ഥാന കലയിൽ മാനവികതയുടെ സ്വാധീനം വ്യക്തമാക്കുന്ന ഒരു ഡിജിറ്റൽ അത് നിങ്ങൾക്ക് ക്ലാസ്സുകളിൽ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇങ്ങനെ ചോദ്യം വന്നാൽ ശില്പകലയ്ക്കും ഗോത്തിക് ശൈലിനെ കുറിച്ചൊക്കെ, വാസ്തുവിദ്യക്ക്, ആർക്കിടെക്ചറിന്റെ ഇമ്പോർട്ടൻസ് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ എഴുതാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് നവോത്ഥാന സാഹിത്യം. നവോത്ഥാന കാലഘട്ടത്തിൽ സാഹിത്യത്തിന്റെ ഇമ്പോർട്ടൻസ്, അതായത് സാഹിത്യകാരന്മാർ വഹിച്ച പങ്ക്, കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയായിരുന്നു എന്നീ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. നവോത്ഥാന സാഹിത്യം. നമ്മുടെ വിധിയെ നിർണ്ണയിക്കാൻ കഴിയുന്നത് നക്ഷത്രങ്ങൾക്കല്ല, നമുക്ക് തന്നെയാണ്. ഇത് എവിടെയാണ് എഴുതിയിട്ടുള്ളത്? ഇംഗ്ലീഷ് സാഹിത്യകാരനായ വില്യം ഷേക്സ്പിയറുടെ പ്രശസ്തമായ ജൂലിയസ് സീസർ എന്ന നാടകത്തിലെ വരികളാണിത്. അപ്പൊ ഈ വരികൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാലേ, ഇത് പണ്ടത്തെ ആ ഒരു ചിന്താഗതിനെ മാറ്റിമറിക്കുന്ന ഒരു ലൈനാണത്. നമ്മുടെ വിധിയെ നിർണ്ണയിക്കാൻ കഴിയുന്നത് നക്ഷത്രങ്ങൾക്കല്ല, നമ്മുടെ നാളോ അല്ലെങ്കിൽ നമ്മുടെ ജന്മനക്ഷത്രമോ നോക്കിയിട്ടല്ല നമ്മുടെ വിധി എഴുതുന്നത്, നമ്മൾ തന്നെയാണ്. നമുക്ക് തന്നെയാണ് അത് മാറ്റാനുള്ള സ്വാതന്ത്ര്യം എല്ലാം ഉള്ളത്. ഓക്കെ, നവോത്ഥാനം സ്വാധീനിച്ച സാഹിത്യകാരരിൽ ഒരാളായ ഷേക്സ്പിയറുടെ ഈ വരികളിൽ മാനവികതയുടെ ശക്തി എത്രമാത്രം പ്രതിഫലിക്കുന്നു എന്ന് പരിശോധിക്കുക. മനസ്സിലാക്കാമല്ലോ എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന്. ഓക്കെ, ദെൻ നവോത്ഥാന സാഹിത്യകാരർ വ്യക്തി സ്വാതന്ത്ര്യത്തിനും മതേതര മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകി. നമുക്ക് ഇത്ര നാളത്തെ ക്ലാസ്സിൽ നമ്മൾ തന്നെയാണ് പറഞ്ഞു വന്നിരുന്നത് അല്ലേ, നവോത്ഥാന കാലഘട്ടത്തിൽ മാറ്റങ്ങൾ വന്നപ്പോൾ എന്തിനൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്? വ്യക്തി സ്വാതന്ത്ര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തു, മതേതര മൂല്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു. അപ്പോൾ ഈ സാഹിത്യകാരന്മാർ ഇതിന് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് അവരുടെ സാഹിത്യങ്ങളിൽ രചിച്ചത്. ഓക്കെ, മധ്യകാലത്ത് നിലനിന്നിരുന്ന സ്കോളാസ്റ്റിസിസത്തിൽ നിന്നുമുള്ള മോചനമായിരുന്നു നവോത്ഥാന സാഹിത്യത്തിന്റെ അടിസ്ഥാന സവിശേഷത. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു സ്കോളാസ്റ്റിസിസം എന്താണെന്ന് അല്ലെ. സ്കോളാസ്റ്റിസിസം എന്താണ്? ആത്മീയതയ്ക്കും പരലോകത്തെ ചിന്തകൾക്കും അല്ലെങ്കിൽ നരകത്തെയും സ്വർഗത്തെയും കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ അതിനെ കുറിച്ച് കൂടുതലായിട്ട് പറയുന്നതിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് എന്തിനു കൊടുത്തു എന്നാണ് പറയുന്നത്? മനുഷ്യരുടെ ചിന്താഗതികൾക്ക് കൊടുത്തു, മനുഷ്യ കേന്ദ്രീകൃതമായി മാറി. അപ്പോൾ ഈ സ്കോളാസ്റ്റിസിസത്തിൽ നിന്നുമുള്ള മോചനമായിരുന്നു നവോത്ഥാന സാഹിത്യത്തിന്റെ അടിസ്ഥാന സവിശേഷത എന്ന് പറയുന്നത്. പ്രാചീന ഗ്രീക്കോ റോമൻ സംസ്കാരത്തിന്റെ സ്വാധീനം ഉണ്ടായിരുന്നുവെങ്കിലും ലാറ്റിൻ ഭാഷയ്ക്ക് പകരം പ്രാദേശിക ഭാഷയിലാണ് മിക്ക നവോത്ഥാന സാഹിത്യകാരന്മാരും രചനകൾ നടത്തിയത്. നമ്മൾ പറഞ്ഞിരുന്നു റീജിയണൽ ഭാഷയിലാണ് കൂടുതൽ ആൾക്കാരും രചനകൾ നടത്തിയിരുന്നത്. പക്ഷേ ആ ഒരു ഗ്രീക്കോ റോമൻ സംസ്കാരത്തിന്റെ സ്വാധീനം ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ലാറ്റിൻ ഭാഷ മാത്രമല്ല അവിടെ ഉപയോഗിച്ചിരുന്നത്, പ്രാദേശിക ഭാഷയും കൂടി അവിടെ ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഗദ്യ സാഹിത്യത്തിന് ഇക്കാലത്ത് കൂടുതൽ പ്രാധാന്യം ലഭിച്ചു. ഗദ്യ സാഹിത്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കഥയോ അല്ലെങ്കിൽ ഒരു കാര്യമോ ഗദ്യരൂപേണ അതല്ലെങ്കിൽ പദ്യത്തിന്റെ രൂപത്തിൽ എഴുതിയിട്ട് പ്രസിദ്ധീകരിക്കുന്നതിനാണ് ഗദ്യ സാഹിത്യം എന്ന് പറയുന്നത്. ഗദ്യ സാഹിത്യം എന്ന് പറഞ്ഞാൽ അതിനൊരു കൃത്യമായിട്ടുള്ള ഒരു ഈണോ പാട്ടോ എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. അത് നമ്മൾ ചിലപ്പോൾ സംസാര ഭാഷയിലായിരിക്കും അത് പറയുന്നത്, പക്ഷെ പദ്യരൂപത്തിലാണ് അത് എഴുതുന്നത്. അതിനാണ് ഗദ്യ സാഹിത്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഗദ്യ സാഹിത്യത്തിന് ഇക്കാലത്ത് കൂടുതൽ പ്രാധാന്യം ലഭിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, പ്രാദേശിക ഭാഷയിലും ഗദ്യരൂപത്തിലും രചനകൾ നടത്തുന്നത് സമൂഹത്തിന് എങ്ങനെയെല്ലാം പ്രയോജനമായി നോക്കാം. അപ്പം അതിന് താഴത്തേക്കുള്ള കാര്യങ്ങളൊക്കെ അതാണ് പറയുന്നത്. നവോത്ഥാന കാലത്ത് ഒന്നാമത്തെയാണ് പറയുന്നത്, നവോത്ഥാന കാലത്തെ ശ്രദ്ധേയനായ സാഹിത്യകാരനായിരുന്നു ഡിവൈൻ കോമഡി എന്ന കൃതി രചിച്ചിട്ടുള്ള ദാന്തെ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി. ആദ്യത്തെ ശ്രദ്ധേയനായ ഒരു വ്യക്തി ആരായിരുന്നു? ദാന്തെ. അദ്ദേഹത്തിന്റെ കൃതിയായിരുന്നു ഡിവൈൻ കോമഡി. നരകം, ശുദ്ധീകരണ സ്ഥലം, സ്വർഗം എന്നിവയിലൂടെയുള്ള ദാന്തെയുടെ സാങ്കല്പിക തീർത്ഥാടനമാണ് ഈ കവിതയുടെ പ്രമേയം. അപ്പൊ ഇത്തരം കാര്യങ്ങളിലൂടെയുള്ള ഒരു യാത്ര അല്ലെങ്കിൽ സാങ്കല്പിക തീർത്ഥാടനം എന്ന് പറഞ്ഞാൽ അതിലൊക്കെ കയറി ഇറങ്ങിയിട്ടുള്ള ആ ഒരു സഞ്ചാരം, അതാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു ഡിവൈൻ കോമഡി എന്ന് പറഞ്ഞിട്ടുള്ള കൃതിയിൽ ആ കവിതയിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതൊരു കവിതയായിരുന്നു, ഗദ്യ രൂപത്തിലുള്ള കവിതയായിരുന്നു. പക്ഷേ മനുഷ്യസ്നേഹം, രാജ്യസ്നേഹം, പ്രകൃതി പ്രതിഭാസങ്ങളോടുള്ള താല്പര്യം, സ്വതന്ത്രവും ഏകീകൃതവുമായ ഇറ്റലിക്ക് വേണ്ടിയുള്ള മോഹങ്ങൾ എന്നിവ ഇതിൽ ശക്തമായി പ്രതിഫലിക്കുന്നു. ഈ സംഭവം ഇതൊക്കെയാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ, മനുഷ്യസ്നേഹവും എല്ലാ കാര്യങ്ങളും എന്തിലുണ്ട്?
ഈ ഒരു കവിതയിൽ അദ്ദേഹം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇറ്റലിക്ക് വേണ്ടിയുള്ള മോഹങ്ങൾ, എല്ലാ കാര്യങ്ങളും ഈ ഒരു കവിതയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ആ കവിതയുടെ മാത്രം, ഡിവൈൻ കോമഡിയുടെ മാത്രം സ്പെഷ്യാലിറ്റി 2 മാർക്കിന് വരികയാണെങ്കിൽ ഈ ഒരു പാരഗ്രാഫ് എഴുതണം. ഓക്കെ. അപ്പോൾ ഇറ്റലിക്ക് വേണ്ടിയുള്ള മോഹം ഇതിന് ശക്തമായി പ്രതിഫലിക്കുന്നു. ഇറ്റലിയിലെ പ്രാദേശിക ഭാഷയിലാണ് ദാന്തെ ഡിവൈൻ കോമഡി രചിച്ചത്. ഇറ്റലിയിലെ ലാറ്റിൻ ഭാഷയിലോ അങ്ങനെയൊന്നല്ല രചിച്ചത്, പ്രാദേശിക റീജിയണൽ ഭാഷയിലാണ്, സാധാരണക്കാരുടെ ഭാഷയിലാണ് ഡിവൈൻ കോമഡി എഴുതിയിട്ടുള്ളത്. ഓക്കെ. ദെൻ മറ്റൊരു വിശ്വപ്രസിദ്ധ സാഹിത്യകാരനായ പെട്രാർക്ക്, നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. പെട്രാർക്ക് മാനവികതയുടെ പ്രധാന പ്രചാരകരിൽ ഒരാളായിരുന്നു. അദ്ദേഹം ലോറയ്ക്ക് എഴുതിയ പ്രണയഗീതങ്ങൾ ധീരവും വേറിട്ട ശൈലിയിലും ഉള്ളവയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു കൃതി എന്ന് പറയുന്നത്, പ്രണയഗീതങ്ങൾ എന്ന് പറയുന്നത്, ലോറയ്ക്ക് എഴുതിയ പ്രണയഗീതങ്ങൾ ധീരവും വേറിട്ട ശൈലിയിലും ഉള്ളവയായിരുന്നു. അപ്പോൾ ഇദ്ദേഹം എഴുതിയിരുന്നത് സോണറ്റ്സ് ആയിരുന്നു. സോണറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 14 വരി ഒക്കെ വരുന്ന ചെറിയ കവിതകളാണ് സോണറ്റ്സ് എന്ന് പറയുന്നത്. അതിലെഴുതിക്കുന്നതാണ് ലോറയ്ക്ക് എഴുതിയ പ്രണയഗീതങ്ങൾ എന്ന ഒരു സെന്റൻസ് അല്ല, എന്ന ഒരു ഹെഡിങ്ങോടുകൂടി ലോറയ്ക്ക് എഴുതിയ പ്രണയഗീതങ്ങൾ ധീരവും വേറിട്ട ശൈലിയും ഉള്ളവയായിരുന്നു. എന്നാൽ ലാറ്റിൻ ഭാഷയെ ഉപേക്ഷിക്കാൻ പെട്രാർക്ക് തയ്യാറായിരുന്നില്ല. അപ്പോൾ അദ്ദേഹം ലാറ്റിൻ ഭാഷ തന്നെയാണ് ഫോളോ ചെയ്തിരുന്നത്. ഓക്കെ. ഡക്കാമറോൺ എന്ന കൃതിയുടെ രചയിതാവായ ബൊക്കാച്ചിയോ മറ്റൊരു വിഖ്യാതനായ നവോത്ഥാന സാഹിത്യകാരനായിരുന്നു. അപ്പോൾ അതിനകത്ത് എന്താണ് പറയുന്നതെന്ന് നമുക്ക് പഠിക്കാനില്ല. അദ്ദേഹത്തിന്റെ പേരും അദ്ദേഹത്തിന്റെ ആ കൃതിയുടെ പേരുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. എന്തായിരുന്നു കൃതിയുടെ പേര്? ഡക്കാമറോൺ. അത് രചിച്ച വ്യക്തിയുടെ പേര് ബൊക്കാച്ചിയോ എന്നായിരുന്നു. ഓക്കെ. അപ്പോൾ അദ്ദേഹം ഒരു നവോത്ഥാന സാഹിത്യകാരനായിരുന്നു. നെക്സ്റ്റ് ഒരു പേഴ്സണെ പറയുന്ന എന്താണ്? ദി പ്രിൻസ് എന്ന കൃതിയിൽ നിക്കോളോ മാക്കിയവെല്ലി രാഷ്ട്രീയ ചിന്തകളാണ് പങ്കുവെക്കുന്നത്. അപ്പോൾ ഒരു രാഷ്ട്രീയ ചിന്തകനായിരുന്നു ആരെന്ന് പറയുന്നത്? മാക്കിയവെല്ലി, നിക്കോളോ മാക്കിയവെല്ലി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു കൃതിയാണ് ദി പ്രിൻസ് എന്ന് പറയുന്നത്. എങ്ങനെയായിരിക്കണം ഒരു പ്രിൻസ്, ഒരു രാജാവ് എങ്ങനെയായിരിക്കണം, അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അദ്ദേഹത്തിന്റെ കടമകൾ എന്തൊക്കെയാണ്, ഇതൊക്കെയായിരിക്കും ദ പ്രിൻസ് എന്ന കൃതിയിൽ അദ്ദേഹം രാഷ്ട്രീയപരമായിട്ടുള്ള ചിന്തകൾ പങ്കുവെക്കുന്നത്. താൻ ഭരിക്കുന്ന രാജ്യത്തിന്റെ അധികാരവും സുരക്ഷയും നിലനിർത്തുക എന്നത് ഭരണാധികാരിയുടെ സുപ്രധാന കടമയായി അദ്ദേഹം കരുതി. ജനങ്ങൾ പൊതുവെ സ്വാർത്ഥരും അധികാരത്തോടും ഭൗതിക അഭിവൃദ്ധിയോടും താല്പര്യമുള്ളവരുമാണ്. അതിനാൽ രാജ്യത്തിന്റെ തലവൻ ഒരിക്കലും തന്റെ പ്രജകളിൽ ഒരു വിഭാഗത്തോട് പ്രീതിയോ കടപ്പാടോ കാണിക്കാൻ പാടില്ല എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാട് എന്തായിരുന്നു വെച്ചെങ്കിൽ, ദ പ്രിൻസ് എന്ന കൃതിയിൽ അദ്ദേഹം എഴുതാൻ ആഗ്രഹിച്ചത് എന്തായിരുന്നു വെച്ചെങ്കിൽ, ഒരു രാജ്യത്തിന്റെ സുരക്ഷ നിലനിർത്തുന്നതും അധികാരം എന്തൊക്കെ ഒരു ഭരണാധികാരിയുടെ സുപ്രധാന കടമയാണ്. ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു ഭരണാധികാരി ചെയ്യേണ്ട കാര്യങ്ങളാണ്, അദ്ദേഹത്തിന്റെ കടമകളാണ്. പക്ഷേ നമ്മുടെ ജനങ്ങളെല്ലാവരും എങ്ങനെയുള്ളവരാണ്? സ്വാർത്ഥന്മാരും അധികാരത്തോട് മോഹമുള്ളവരൊക്കെ ആയിരിക്കും. അപ്പോൾ ആ ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു പ്രത്യേക അനുകമ്പ കാണിക്കുമ്പോൾ അവര് ആ ഒരു ചൂഷണം ചെയ്യാനായിട്ട് തുടങ്ങും. ആ ഒരു പദവി അല്ലെങ്കിൽ ആ ഒരു സ്നേഹത്തെ ചൂഷണം ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ ഒരു വിഭാഗത്തോട് പ്രീതിയോ കടപ്പാടോ കാണിക്കാൻ പാടില്ല എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മധ്യകാലത്തെ ഫ്യൂഡൽ ഭരണാധികാരികളിൽ നിന്നും വ്യത്യസ്തനായ ഒരു ഭരണാധികാരിയെയാണ് മാക്കിയവെല്ലി തന്റെ ദ പ്രിൻസിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ പണ്ട് കാലത്തുണ്ടായിരുന്ന ആ ഒരു അനുകമ്പ പുലർത്തിയിരുന്ന, മറ്റൊരു വിഭാഗത്തോട് അനുകമ്പ പുലർത്തിയിരുന്ന അങ്ങനെയുള്ള രാജാക്കന്മാരിൽ നിന്നും വേറിട്ട് നല്ലൊരു ഭരണാധികാരിനെയാണ് ഈ ഒരു ദി പ്രിൻസ് എന്ന കൃതിയിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നതെന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അത്രയാണ് അതിൽ പറയുന്നത്. പിന്നെ താഴെ കൊടുത്തിട്ടുണ്ട്, ഓരോ രാജ്യവും ക്രൂരതയില്ലാത്ത കരുണാർദ്രൻ എന്ന സൽപ്പേര് ആഗ്രഹിക്കണം. അതേസമയം ആ ഒരു കരുണ മറ്റാരും ദുരുപയോഗം ചെയ്യാതിരിക്കാനും അദ്ദേഹം ശ്രദ്ധിക്കണം. അതിനാൽ തന്റെ ജനങ്ങൾക്കിടയിൽ ഐക്യവും വിശ്വസ്തയും നിലനിർത്തുന്നതിന് വേണ്ടി ക്രൂരൻ എന്ന പേര് കേൾക്കേണ്ടി വന്നാൽ അതൊരു രാജാവ് വകവെക്കേണ്ടതില്ല. അപ്പൊ രാജാവിന്റെ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് അദ്ദേഹം മാക്കിയവെല്ലിയുടെ ആ കാഴ്ചപ്പാടിനെയാണ് ഇവിടെയൊക്കെ വിശദീകരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ മാക്കിയവെല്ലിയുടെ മാത്രമായിട്ട് ക്വസ്റ്റ്യൻ വന്ന് എഴുതേണ്ട കാര്യങ്ങളാണ് ഇവയൊക്കെ. ഓക്കെ. ദെൻ മാനവികതയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ ചില വനിതകളും ഇക്കാലത്ത് ഇറ്റലിയിൽ ജീവിച്ചിരുന്നു. അപ്പോൾ പുരുഷന്മാർ മാത്രമല്ല വനിതകളും ഇതിലുണ്ടായിരുന്നു. ആരാന്ന് നോക്കാം നമുക്ക്. അവരിൽ പ്രധാനിയായിരുന്നു മാനവികതാവാദിയും എഴുത്തുകാരിയുമായിരുന്ന കസാന്ദ്ര ഫെഡലെ. കസാന്ദ്ര ഫെഡലയുടെ ചിത്രം നമുക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. തന്റെ രചനകളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും പ്രശസ്തിയായ കസാന്ദ്ര സ്ത്രീകൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു. അപ്പോൾ എങ്ങനെയാണ് ഈ കസാന്ദ്ര ഫെഡലെ പ്രസിദ്ധമായിട്ട് മാറുന്നത്? അദ്ദേഹത്തിന്റെ കൃതികളിലും പ്രസംഗങ്ങളിലൂടെയും സ്ത്രീകൾക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭിക്കേണ്ടതിന്റെ ഇമ്പോർട്ടൻസ്, പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഇദ്ദേഹം പ്രസിദ്ധമായിട്ട് മാറുന്നത്. കസാന്ദ്ര ഫെഡലെ എന്ന വ്യക്തി പ്രസിദ്ധമായിട്ട് മാറുന്നത്. ഓക്കെ. ഇറ്റലിയിലെ മാനവികതാവാദികളായ പ്രഭുക്കളുമായി കത്തുകളിലൂടെ ആശയവിനിമയം നടത്തിയ അവരുടെ പ്രസംഗങ്ങളും രചനകളും നിരവധി പ്രസിദ്ധീകരണങ്ങൾ അച്ചടിച്ച് പ്രചരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സംഭാഷണം അല്ലെങ്കിൽ ആശയവിനിമയം നടത്തിയിരുന്ന ആ ഒരു വ്യക്തിയുടെ പ്രസംഗങ്ങളും രചനകളും എല്ലാം
പിന്നീട് അച്ചടിപ്പിച്ച് പ്രചരിപ്പിച്ചിട്ടുണ്ട്. പിൽക്കാലത്ത് നവോത്ഥാനം ഇറ്റലിയിൽ നിന്നും മറ്റ് രാജ്യങ്ങളിലെ സാഹിത്യത്തിലേക്കും വ്യാപിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇറ്റലിയിൽ മാത്രം അത് മെയിൻറ്റെയിൻ ആയി പോയില്ല, മറ്റ് രാജ്യങ്ങളിലേക്കും നവോത്ഥാനം ഇറ്റലിയിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്കും വ്യാപിക്കാനായിട്ട് തുടങ്ങി. മറ്റ് രാജ്യങ്ങളിലെ സാഹിത്യത്തിലേക്കും വ്യാപിക്കാനായിട്ട് തുടങ്ങി എന്നാണ് പറയുന്നത്. അവിടങ്ങളിലും നിരവധി കൃതികൾ രചിക്കപ്പെട്ടു. അപ്പോൾ ഇറ്റലിയിലെ മാത്രമല്ല വേറെ പല രാജ്യങ്ങളിലും ഇത് പ്രചരിപ്പിക്കാൻ തുടങ്ങി. എവിടെയൊക്കെയാണെന്നാണ് നമുക്ക് താഴെ കൊടുത്തിരിക്കുന്നത്. ബോക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. രാജ്യത്തിന് ചിലപ്പോൾ അത്ര ഇമ്പോർട്ടൻസ് ഉണ്ടാവില്ല. നമുക്ക് ക്വസ്റ്റ്യൻസിൽ വരുമ്പോൾ ചിലപ്പോൾ ഇറാസ്മസിൻ്റെ കൃതി ഏത്, അല്ലെങ്കിൽ ഫ്രെജി ചോസറിൻ്റെ കൃതി ഏത് എന്ന് പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ വൺ വേർഡ് ആയിട്ട് വരാം, ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് വരാം. അപ്പം എങ്ങനെ വേണമെങ്കിലും വരാം. അപ്പോൾ രാജ്യം കൂടി നിങ്ങൾ പഠിച്ചു വെച്ചോളൂ. എന്തായാലും ഈ സാഹിത്യകാരന്മാരുടെയും കൃതികളുടെയും പേരുകളായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ എന്താണ്? ഇറാസ്മസ് എഴുതിയ കൃതിയുടെ പേരാണ് ഇൻ പ്രൈസ് ഓഫ് ഫോളി എന്ന് പറഞ്ഞിട്ടുള്ള കൃതി. ജെഫ്രി ചോസറിന്റെ കൃതിയാണ് കാൻറ്റർബറി കഥകൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ തോമസ് മൂറിൻ്റെയാണ് ഉട്ടോപ്പിയ. മിക്കേൽ ഡെ സെർവാന്തയുടെയാണ് ഡോൺ കിഹോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ക്വിക്സോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കൃതി. ദെൻ ഫ്രാൻസോ റാബെലെ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയുടെയാണ് ഗാർഗൻഡുവയും പാൻഡഗ്രൂലും എന്ന് പറഞ്ഞിട്ടുള്ള കൃതി. അപ്പോൾ അത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക, പഠിച്ചു വയ്ക്കുക. ഓക്കെ, നവോത്ഥാന കാലത്തെ സാഹിത്യ രചനകളെ ജനകീയമാക്കുന്നതിൽ അച്ചടി സുപ്രധാന പങ്കുവഹിച്ചു. അച്ചടി യന്ത്രം കണ്ടുപിടിച്ചു. അതോടുകൂടി രചനകൾ പല രാജ്യങ്ങളിലേക്ക് വ്യാപിക്കാനായിട്ട് തുടങ്ങി. യൂറോപ്പിലെ ആദ്യത്തെ അച്ചടിശാല സ്ഥാപിച്ചത് ജർമ്മൻകാരനായ ജോഹന്നസ് ഗുട്ടൻബർഗ് ആയിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വൺ വേർഡ് ആയിട്ട് ചോദിക്കാം, ഇപ്പം തന്നെ നോട്ട് ചെയ്ത് വെക്കുക. യൂറോപ്പിലെ ആദ്യത്തെ അച്ചടിശാല സ്ഥാപിച്ചത് ജർമ്മൻകാരനായ ജോഹന്നസ് ഗുട്ടൻബർഗ് ആയിരുന്നു. 15-ാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ച ഈ അച്ചടിശാലയിലെ അച്ചടി യന്ത്രം ലോഹനിർമ്മിതവും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നതുമായിരുന്നു. അപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതായിരുന്നു. ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകണമെങ്കിലായിട്ടും ഉപകാരമായിരുന്നു അത് കണ്ടുപിടിച്ചത്. അച്ചടി യന്ത്രത്തിന്റെ കണ്ടുപിടുത്തം അന്നത്തെ സമൂഹത്തെ പലതരത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്. അറിവിന്റെ വ്യാപനത്തിനും സാക്ഷരതയിലുണ്ടായ പുരോഗതിയും പിന്നെന്താണ് സാഹിത്യത്തിലുണ്ടായ പുരോഗതിയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഇത് സഹായിച്ചിട്ടുണ്ട്. ഓക്കെ, അച്ചടി യന്ത്രത്തിന്റെ കണ്ടുപിടുത്തത്തോടെ സാഹിത്യകൃതികളും മറ്റ് ഗ്രന്ഥങ്ങളും ജനങ്ങൾ വ്യാപകമായിട്ട് വായിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ അച്ചടി യന്ത്രം ഉള്ളതുകൊണ്ട് തന്നെ ആൾക്കാർ സ്വന്തം ഭാഷയിൽ, റീജിയണൽ ഭാഷയിൽ എഴുതാനും തുടങ്ങി. പ്രാദേശിക ഭാഷയിൽ അത് അച്ചടിച്ച് മറ്റ് രാജ്യങ്ങളിലേക്ക് വിൽക്കാനും അങ്ങനെയൊക്കെ അവർ വ്യാപിപ്പിക്കാനായിട്ട് തുടങ്ങി. ആ ഒരു ചിത്രത്തിൽ അച്ചടി യന്ത്രത്തിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് നവോത്ഥാനവും ചരിത്ര രചനയും. ഇത്രയും നമ്മൾ പറഞ്ഞത് സാഹിത്യകാരന്മാരെയോ അല്ലെങ്കിൽ സാഹിത്യത്തെക്കുറിച്ചാണെങ്കിൽ, ഇനി പറയാൻ പോകുന്നത് ചരിത്ര രചനയെ കുറിച്ചിട്ടാണ്. ചരിത്രത്തെക്കുറിച്ച് എഴുതുന്ന രീതിയാണ് ചരിത്ര രചന എന്ന് പറയുന്നത്. ഓക്കെ, സോ നവോത്ഥാനവും ചരിത്ര രചനയും. ഈ നമുക്ക് ആ ഒരു ചരിത്രത്തെ മുഴുവനായി ഇത്രയും വലിയൊരു ഹ്യൂജ് കാര്യം നമ്മൾ പഠിക്കുമ്പോൾ അതിനെ എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഡിവിഷൻ ചെയ്തിട്ടുള്ളത്. ലോക ചരിത്രത്തെ 3 ഡിവിഷനായിട്ട് വിഭജിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വിഭജിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ലോക ചരിത്രത്തെ 3ആയി വിഭജിക്കുന്നുണ്ട്: പ്രാചീന കാലം, മധ്യകാലം, ആധുനിക കാലം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി പ്രാചീന കാലത്തെ കാര്യങ്ങൾ, മധ്യകാലത്തെ കാര്യങ്ങൾ, ആധുനിക കാലത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് പഠിക്കാനായിട്ട് എളുപ്പമുണ്ട്. അപ്പോൾ പ്രാചീന കാലഘട്ടം എന്ന് പറയുന്നത് മനുഷ്യനുണ്ടായ കാലഘട്ടം മുതൽ CE 5-ാം നൂറ്റാണ്ട് വരെയാണ് പ്രാചീന കാലഘട്ടം ആയി കണക്കാക്കപ്പെടുന്നത്. CE 5-ാം നൂറ്റാണ്ട് മുതൽ CE 15-ാം നൂറ്റാണ്ട് വരെയാണ് മധ്യകാലഘട്ടമായി നമ്മൾ കണക്കാക്കുന്നത്. അതിനുശേഷം CE 15-ാം നൂറ്റാണ്ട് മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ കാലഘട്ടവും, ഇനി നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമൊക്കെ ആധുനിക കാലത്തിൽ പെടുന്നതാണ്. അതായത് നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്ന ഈ കാലം ആധുനിക കാലത്തിലാണ് പെടുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. CE 5-ാം നൂറ്റാണ്ട് വരെയുള്ള കാലം പ്രാചീന കാലമെന്നും തുടർന്ന് 15-ാം നൂറ്റാണ്ട് വരെയുള്ള കാലം മധ്യകാലമെന്നും അറിയപ്പെട്ടു. 15-ാം നൂറ്റാണ്ടിന് ശേഷമുള്ള കാലം ആധുനിക കാലമായി പരിഗണിക്കുന്നു. ഈ രീതി നവോത്ഥാന കാലഘട്ടത്തിലാണ് നിലവിൽ വന്നത്. ഇങ്ങനെ ഒരു ഡിവിഷൻ ചെയ്തത് നവോത്ഥാന കാലഘട്ടത്തിലാണ്. ഇറ്റാലിയൻ ചരിത്രകാരനായ ഫ്ലാവിയോ ബിയോണ്ടോ, ലിയനാർഡോ ബ്രൂണി എന്നിവരാണ് ഈ രീതി ആവിഷ്കരിച്ചത്. ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാം. അല്ലെങ്കിൽ ലോക ചരിത്രത്തെ ഇങ്ങനെ 3ആയി ഡിവൈഡ് ചെയ്യാമെന്ന് എന്നൊരാശയം മുന്നോട്ട് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ആ ഡിവിഷൻ നടത്തിയത് ആരാണ്? ഫ്ലാവിയോ ബിയോണ്ടോ എന്ന് പറഞ്ഞ വ്യക്തിയും ലിയനാർഡോ ബ്രൂണി എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയുമാണ് ഈ രീതി ആവിഷ്കരിച്ചത്. ഇക്കാലത്ത് ചരിത്ര രചനയിലുണ്ടായ മാറ്റങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. എന്തൊക്കെയാണ്, ആരൊക്കെയാണ് ആ ഒരു ചരിത്ര രചന നടത്തിയവരും അവരുടെ കൃതികളും എന്നൊക്കെ നോക്കാം. മധ്യകാല ക്രൈസ്തവ പാരമ്പര്യത്തിൽ നിന്നും മതേതര ജീവിതത്തിലേക്കും ചിന്തയിലേക്കുമുള്ള മാറ്റം ചരിത്രരചനയിലും പ്രതിഫലിച്ചു. അതായത് മധ്യകാലത്ത് നിലനിന്നിരുന്ന ക്രൈസ്തവ പാരമ്പര്യത്തിൽ നിന്ന് മതേതര ജീവിതത്തിലേക്കും ചിന്തയിലേക്കുള്ള മാറ്റം ചരിത്രരചനയിലും കാണാനായിട്ട് നമ്മൾക്ക് സാധിച്ചു. മനുഷ്യന്മാരെ കുറിച്ച് ചിന്തകൾ കൂടിയപ്പോൾ, മാനവികത ചിന്തകൾ കൂടിയപ്പോൾ അത് എഴുതാനും ജനങ്ങൾ തുടങ്ങി.
ചരിത്ര സംഭവങ്ങൾ ദൈവ സൃഷ്ടിയാണെന്നും ചരിത്രത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നത് ഒരു അതീന്ദ്രിയ ശക്തിയാണെന്നുമുള്ള സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ആണെന്നുമുള്ള കാഴ്ചപ്പാടാണ് മധ്യകാലത്ത് നിലനിന്നിരുന്നത്. അതായത് ചരിത്രത്തിൽ എന്ത് സംഭവിച്ചാലും എന്ത് കാര്യങ്ങൾ നടന്നാലും അത് ഒരു ദൈവമാണ് അതിന് കാരണം, അല്ലെങ്കിൽ വിധി അതാണ്, അങ്ങനെയുള്ള ഒരു വിശ്വാസത്തെയാണ് വിശ്വാസത്തെയാണ് നിലനിർത്തിയിരുന്നത്. സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ആണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. എന്നാൽ ഈ കാഴ്ചപ്പാടിന് നവോത്ഥാന കാലത്ത് പ്രസക്തി നഷ്ടപ്പെട്ടു. നവോത്ഥാന കാലമായപ്പോഴേക്കും ആ ഒരു കാഴ്ചപ്പാട് മാറാൻ തുടങ്ങി. മനുഷ്യ കേന്ദ്രീകൃതമായ ചരിത്ര വ്യാഖ്യാനങ്ങൾക്ക് അംഗീകാരം ലഭിക്കാനായിട്ട് തുടങ്ങി. അതായത് മനുഷ്യ കേന്ദ്രീകൃതമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള കാര്യങ്ങളാണ് പിന്നീട് നടന്നത്. ദെൻ സന്യാസിമാരുടെ ദിനവൃത്താന്തങ്ങൾക്കും പുരോഹിതന്മാരുടെ ജീവിത കഥകൾക്കും ഉപരിയായി മനുഷ്യ ജീവിതം ചരിത്രരചനയുടെ കേന്ദ്ര ബിന്ദുവായി മാറി. വളരെ വലിയൊരു ഡിഫറൻസ് ആണ് പറയുന്നത്. എന്താണ്, പണ്ട് കാലത്ത് പുരോഹിതന്മാരുടെയും പള്ളിയിലെ പുരോഹിതന്മാരുടെയും അല്ലെങ്കിൽ സന്യാസിനിമാരുടെയൊക്കെ ജീവിത കഥകളും അവരുടെ ഡെയിലി ലൈഫ് എങ്ങനെയാണെന്നൊക്കെയാണ് നമ്മൾ ബുക്കുകളിൽ എഴുതിയിരുന്നത്. നവോത്ഥാന കാലഘട്ടത്തിൽ മനുഷ്യ ജീവിതം എങ്ങനെയാണ്, മനുഷ്യരെ കുറിച്ച് എഴുതാനായിട്ട് തുടങ്ങി. പുരാവസ്തു തെളിവുകൾക്കും ശേഷിപ്പുകൾക്കും ചരിത്രരചനയിൽ സുപ്രധാന സ്ഥാനം ലഭിച്ചതാണ് നവോത്ഥാനകാല ചരിത്രരചനയുടെ മറ്റൊരു പ്രധാന സവിശേഷത. അപ്പൊ പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്താണ് ചരിത്രരചനയുടെ, നവോത്ഥാന കാലത്തെ ചരിത്രരചനയുടെ? പുരാവസ്തു തെളിവുകളിൽ നിന്ന് കണ്ടെത്തിയ കാര്യങ്ങൾ ഉപയോഗിച്ച് മനുഷ്യ ചരിത്രം എഴുതാൻ തുടങ്ങി. ശേഷിപ്പുകളിൽ നിന്ന്, ഫോസിൽസുകളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടിയ തെളിവുകളിൽ നിന്നൊക്കെ നമ്മൾ പഠിക്കാനായിട്ട് തുടങ്ങി. പണ്ട് ഇങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത്, കാലഘട്ടത്തിലെ ആൾക്കാർ ഇങ്ങനെയായിരുന്നു, അവരുടെ തൊഴിൽ ഇതായിരുന്നു, ഇതൊക്കെ പഠിക്കാനായിട്ട് തുടങ്ങി. തൽഫലമായി ചരിത്രകാര് ലിഖിതങ്ങൾ, നാണയങ്ങൾ, പ്രാചീന കയ്യെഴുത്തു പ്രതികൾ തുടങ്ങിയവ തെളിവുകൾക്ക് ചരിത്രരചനയിൽ സവിശേഷ സ്ഥാനം നൽകി. ഇതൊക്കെ തെളിവായിട്ട് അവര് കണ്ടെത്തി സൂക്ഷിക്കാനായിട്ട് തുടങ്ങി. ഇതിൽ നിന്നും കിട്ടിയ കാര്യങ്ങൾ ഉപയോഗിച്ച് ചരിത്രരചന നടത്താനായിട്ട് തുടങ്ങി. പ്രാചീന കയ്യെഴുത്തു പ്രതികൾ ശേഖരിക്കാനും സംരക്ഷിക്കാനുമുള്ള ശ്രമങ്ങൾ കൂടുതൽ ഊർജിതമായി. അപ്പൊ ഇത് സംരക്ഷിക്കാനോ അല്ലെങ്കിൽ അത് കണ്ടെത്താനും ആൾക്കാർക്ക് ആവേശം കൂടി. ഓക്കെ, മാനവികതയുടെ കടന്നുവരവോടെ ചരിത്രരചനയിൽ വിമർശനങ്ങൾക്കും സ്ഥാനം ലഭിച്ചു. കഥകളുടെയും മിത്തുകളുടെയും സ്ഥാനം ശാസ്ത്രീയമായ അന്വേഷണങ്ങളും പഠനങ്ങളും കൈയടക്കി. അതായത് മാനവികതയുടെ ഒരു കടന്നുവരവോട് കൂടിയിട്ട് നമ്മൾ പണ്ട് അങ്ങനെ സംഭവിച്ചത് ഒരു ദൈവികത അതുകൊണ്ടാണ് അല്ലെങ്കിൽ വിധിയാണ് അത് നിർണ്ണയിക്കുന്നത് എന്നീ കാര്യങ്ങളൊക്കെ ചോദ്യം ചെയ്യപ്പെടാൻ തുടങ്ങി, വിമർശിക്കാൻ തുടങ്ങി. എന്തുകൊണ്ട് എന്നുള്ള ഒരു ചോദ്യം, റീസൺ, വാട്ട് ഈസ് ദ റീസൺ എന്ന് ചോദിക്കാനായിട്ട് ആളുകൾ തുടങ്ങി. കഥകളുടെയും മിത്തുകളുടെയും പണ്ട് കുറെ കഥകൾ ഉണ്ടായിരുന്നു, മിത്തുകൾ, നടക്കാത്ത കാര്യങ്ങളെ നമ്മൾ സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ഉപയോഗിച്ച് ഉണ്ടാക്കിയ കെട്ടിച്ചമച്ച ഓരോ കഥകൾ നമ്മൾ വിശ്വസിച്ചിരുന്നു. ഈ മിത്തുകളുടെയൊക്കെ സ്ഥാനം ശാസ്ത്രീയമായ അന്വേഷണങ്ങളും പഠനങ്ങളും വെച്ചിട്ട് അത് ശരിയല്ല അല്ലെങ്കിൽ തെറ്റാണെന്നുള്ളത് ഇവർ കണ്ടെത്താനായിട്ട് തുടങ്ങി. മാക്കിവെല്ലിയും നവോത്ഥാന ചരിത്രരചനയെ സമ്പന്നമാക്കി. മാക്കിവെല്ലിയുടെ കൃതികളോ അല്ലെങ്കിൽ മാക്കിവെല്ലിയും ആ ഒരു നവോത്ഥാന ചരിത്രരചനയെ സമ്പന്നമാക്കിയ വ്യക്തിയാണ്. അപ്പൊ എന്താണ് ശാസ്ത്രത്തിന്, ഈ നവോത്ഥാന കാലഘട്ടത്തിൽ ശാസ്ത്രത്തിന് ഉണ്ടായ ഇമ്പോർട്ടൻസ് എന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, പ്രശസ്ത ജർമ്മൻ നാടകകൃത്തായ ബെർത്തോൾഡ് ബ്രെക്റ്റിന്റെ ഗലീലിയോയുടെ ജീവിതം എന്ന നാടകത്തിന്റെ പ്രാരംഭവാക്യമാണിത്. ഇവിടെ ഒരു പിക്ചറായിട്ട് കൊടുത്തിട്ടുണ്ട്. 1609 ശാസ്ത്രത്തിന്റെ പ്രകാശം ഉദിച്ചു വരാൻ ആരംഭിച്ചു. പാദുവ നഗരത്തിലെ തന്റെ ഗൃഹത്തിലിരുന്നു കൊണ്ട് ഗലീലിയോ സൂര്യൻ നിശ്ചലമാണെന്നും ഭൂമിയാണ് സഞ്ചരിക്കുന്നതെന്നും തെളിയിക്കാൻ ശ്രമം ആരംഭിച്ചു. അപ്പൊ ആ ഒരു പ്രാരംഭവാക്യമാണ് നാടകത്തിന്റെ കൊടുത്തിരിക്കുന്നത്. പ്രപഞ്ചത്തിന്റെ കേന്ദ്രം ഭൂമിയാണെന്നുള്ള വിശ്വാസം നമ്മൾ പണ്ട് വിശ്വസിച്ചിരുന്ന അതാണല്ലേ. പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് ഭൂമിയായിരുന്നു. ഭൂമിയാണ് നമ്മുടെ പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്ന് പറഞ്ഞ എന്നൊരു വിശ്വാസമായിരുന്നു എല്ലാവരിലും ഉണ്ടായിരുന്നത്. 16-ാം നൂറ്റാണ്ട് വരെ ആ വിശ്വാസം നിലനിന്നിരുന്നു. എന്നാൽ ഈ വിശ്വാസത്തെ തള്ളിക്കളഞ്ഞ ഗലീലിയോയുടെ പരിശ്രമങ്ങളെ കുറിച്ചാണ് ഈ വരികളിൽ സൂചിപ്പിക്കുന്നത്. ആ നാടകത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതകാര്യത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇത്തരത്തിൽ നിലവിലിരുന്ന ചിന്തകളെയും യുക്തിബോധത്തെയും നവോത്ഥാനം എങ്ങനെയെല്ലാം സ്വാധീനിച്ചു എന്നാണ് നമുക്കിവിടെ ഇനി പറയാനായിട്ട് പോകുന്നത്. അതുപോലുള്ള മറ്റൊരു നമ്മുടെ ഉണ്ടായിരുന്ന ഒരു കാഴ്ചപ്പാടായിരുന്നു എന്ത്, സൂര്യനല്ല ഭൂമി ഉരുണ്ടതല്ല, ഭൂമി പരന്നതായിരുന്നു എന്നുള്ള ഒരു ചിന്താഗതി നമുക്ക് ഉണ്ടായിരുന്നു അല്ലെ. ഭൂമി ശരിക്കും ഉരുണ്ടതാണെന്ന് പിന്നീട് കണ്ടെത്തിയതോടെയാണ് നമ്മൾ വിശ്വസിക്കാനായിട്ട് തുടങ്ങിയത്. അപ്പൊ എന്തൊക്കെയാണ് ശാസ്ത്രത്തിലുണ്ടായ മാറ്റങ്ങൾ എന്ന് നമുക്ക് നോക്കാം. നവോത്ഥാനം ആധുനിക ശാസ്ത്രത്തിന്റെ വളർച്ചയ്ക്ക് അടിത്തറയിട്ടു. നവോത്ഥാന കാലത്ത് ശ്രദ്ധേയമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു പ്രധാന മേഖല ജ്യോതിശാസ്ത്രമായിരുന്നു. ദാറ്റ് മീൻസ് ആസ്ട്രോണമി ആയിരുന്നു അതിന് അടിത്തറയിട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ജ്യോതിശാസ്ത്രമായിരുന്നു. പ്രപഞ്ചത്തിന്റെ ചലനങ്ങളെ നിയന്ത്രിക്കുന്നത് ഭൗതിക ശക്തികളാണ് എന്ന കാഴ്ചപ്പാട് ശാസ്ത്രജ്ഞർ മുന്നോട്ട് വെച്ചു. അപ്പൊ ദൈവമോ അല്ലെങ്കിൽ മതമോ അതൊന്നുമല്ല, ഭൗതിക ശക്തികളാണ് ഇതിന്റെ ചലനങ്ങൾക്ക്, പ്രപഞ്ചത്തിന്റെ ചലനങ്ങൾക്കും മാറ്റങ്ങൾക്കും ചലനങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നതെന്ന് ശാസ്ത്രജ്ഞർ മുന്നോട്ട് വെച്ചു. പ്രപഞ്ചത്തിന്റെ കേന്ദ്രം ഭൂമിയാണെന്നുള്ള ടോളമിയുടെ സിദ്ധാന്തം
ആരുടെയാണ്? ടോളമിയുടെയാണ് സിദ്ധാന്തം. ഓക്കെ, ടോളമിയുടെ സിദ്ധാന്തം 16ാം നൂറ്റാണ്ട് വരെയും വെല്ലുവിളികൾ നേരിടാതെ നിലകൊണ്ടു. എന്നാൽ പോളണ്ടുകാരനും പുരോഹിതനുമായ കോപ്പർനിക്കസ്, നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ആണ് കോപ്പർനിക്കസ്, ഇതിനെ വെല്ലുവിളിച്ചു. അദ്ദേഹം പറഞ്ഞു അല്ല, ഭൂമിയല്ല, എന്താ പറയാ, ഇതിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് ഭൂമിയല്ല എന്ന് വാദിക്കുകയുണ്ടായി. അതാരാണ്? കോപ്പർനിക്കസ് ആണ് ഇതിനെ വെല്ലുവിളിച്ചത്. പ്രപഞ്ചത്തിന്റെ കേന്ദ്രം ഭൂമിയല്ല, സൂര്യനാണെന്ന് അദ്ദേഹം വാദിച്ചു. ഭൂമിയും മറ്റു ഗ്രഹങ്ങളും സൂര്യനെ വലം വെക്കുകയാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം നിരീക്ഷിച്ചു എന്നാണ് പറയുന്നത്. കോപ്പർനിക്കസിന്റെ വിപ്ലവകരമായ കണ്ടുപിടുത്തങ്ങളെ ഗലീലിയോ ഗലീലി, ജോഹന്നസ് കെപ്ലർ എന്നിവർ കൂടുതൽ വ്യക്തമായി അവതരിപ്പിച്ചു. അപ്പോൾ രണ്ടുപേരുണ്ട്, ഗലീലിയോ ഗലീലിയും ജോഹന്നസ് കെപ്ലറും. ഈ ഇദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തത്തെ വ്യക്തമായിട്ട് അവതരിപ്പിക്കാനായിട്ട് ശ്രമിച്ചവരാണ്. സൂര്യനിൽ നിന്നുള്ള അകലത്തിനനുസരിച്ച് ഗ്രഹങ്ങളുടെ വേഗതയിൽ വ്യത്യാസം വരുന്നുവെന്ന് കെപ്ലർ കണ്ടെത്തി. ഇത് 17ാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തിൽ ഐസക് ന്യൂട്ടൺ ഗുരുത്വാകർഷണ സിദ്ധാന്തം ആവിഷ്കരിക്കുന്നതിനെ ശക്തമായി സ്വാധീനിച്ചു. അപ്പൊ നമുക്കറിയാം ഐസക് ന്യൂട്ടന്റെ 1ാം ചലന നിയമം, 2ാം ചലന നിയമം, 3ാം ചലന നിയമം ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഗുരുത്വാകർഷണത്തിന്റെ നിയമം ആവിഷ്കരിക്കുന്നതോടുകൂടി ഇതിന് ശക്തി പ്രാപിച്ചു. അദ്ദേഹത്തിന്റെ ആ കെപ്ലറുടെ ആ വാക്കുകൾക്ക് ഇമ്പോർട്ടൻസ് വന്നു. ദെൻ ഗലീലിയോ ഗലീലി താൻ നിർമ്മിച്ച ദൂരദർശിനിയുടെ സഹായത്താൽ വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങൾ, ശനിയുടെ വലയങ്ങൾ എന്നിവ കണ്ടെത്തി. അപ്പൊ ഈ പിക്ചറിൽ താഴെ കൊടുത്തിട്ടുണ്ട് ഗലീലിയോയും ദൂരദർശിനി എന്ന് പറഞ്ഞ ആ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്. അത് ഉപയോഗിച്ച് അദ്ദേഹം എന്ത് കണ്ടെത്തി? വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങളെ കുറിച്ചിട്ടും ശനിയുടെ വലയങ്ങളെയൊക്കെ കണ്ടെത്തി. ഗലീലിയോയുടെ കണ്ടെത്തലുകൾ കോപ്പർനിക്കസിന്റെ സിദ്ധാന്തങ്ങളെ ശരിവെച്ചു. അപ്പോൾ കോപ്പർനിക്കസിന്റെ സിദ്ധാന്തങ്ങളെ ശരിവെക്കാനായിട്ട് ഇദ്ദേഹത്തിന്റെ ഈ കണ്ടെത്തലുകൾ സഹായിച്ചു. പിന്നെന്താണ് പറയുന്നത്? നവോത്ഥാനം വൈദ്യശാസ്ത്ര രംഗത്ത് പൊതുവെയും ശരീരശാസ്ത്ര രംഗത്ത് പ്രത്യേകിച്ചും നേട്ടങ്ങൾ കൈവച്ചു. അപ്പം ശാസ്ത്രത്തിനെ കുറിച്ച് പറയുമ്പോൾ പറയേണ്ട കാര്യങ്ങളാണ്. സ്വിറ്റ്സർലൻഡുകാരനായ പാരസെൽസസ് രോഗങ്ങളുടെ കാരണങ്ങൾ അന്വേഷിക്കുകയും അവയുടെ പ്രതിവിധികൾ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്തു. ആൻഡ്രിയസ് വെസാലിയസ് മൃതശരീരങ്ങളെ കീറിമുറിച്ച് പരിശോധിക്കുകയും ശരീരശാസ്ത്രത്തിന് പുതിയ അറിവുകൾ സമ്മാനിക്കുകയും ചെയ്തു. അപ്പോൾ ഇതൊക്കെ ശാസ്ത്രത്തിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നവോത്ഥാന കാലഘട്ടത്തിലെ ശാസ്ത്രം ആധുനിക സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് നൽകിയ സംഭാവനകൾ ചോദിക്കുമ്പോൾ എഴുതേണ്ട കാര്യങ്ങളാണ് ഇത്രയും പറയുന്നത്. ഇനി 2 ടോപ്പിക്കുകളാണ് ഇതിൽ വരുന്നുള്ളൂ. 2 ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് മതനവീകരണവും, ഒന്ന് റിഫോർമേഷൻ, മതനവീകരണം എന്ന് പറയുന്നതും, പിന്നെ പ്രതിമത നവീകരണം എന്ന് പറയുന്നത്, കൗണ്ടർ റിഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. നെക്സ്റ്റ് പാർട്ട് 4 ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഈ പാഠത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ്സേ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ന് പറയുന്നത് ഇത്രയാണ്. അപ്പോൾ ഓരോന്ന് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കേണ്ടതാണ്. 6 മാർക്കിനും 4 മാർക്കിനൊക്കെ വരാൻ ചാൻസ് ഉള്ളതാണ്. ഈ മതനവീകരണവും പ്രതിമത നവീകരണം ഇതുപോലെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമുക്കത് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഓൾ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഓൾ.